വായന മരിക്കുന്നു, പുതിയ തലമുറ പുസ്തകങ്ങളിൽ നിന്ന് അകലുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ പുതിയ കാലത്തും വായന സജീവമാണ്. ലൈബ്രറികളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ വായനയുടെ രീതിയിലേ മാറ്റം വന്നിട്ടുള്ളൂ. പുതിയ കാലത്ത് വായന കൂടുതൽ വിപുലമായി തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മളുടെ ഈ ഒരു സെഞ്ച്വറിയിൽ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് ടെക്നോളജി, ഇന്ത്യ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ വായന എന്ന് പറയുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ 15 വർഷം മുമ്പുള്ള രീതിയല്ല അല്ലേ? അല്ല, ഒരിക്കലും അല്ല. 15 വർഷം മുന്നേ എല്ലാവരും ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറും ബുക്സ് മാത്രം, അതായത് പേപ്പർ വർക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അറിവ് നേടിക്കൊണ്ടിരുന്നത്. ന്യൂസ് പേപ്പർ കട്ടിങ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ അറിവ് നേടിക്കൊണ്ടിരുന്നത്. തന്നെ നമ്മുടെ വിരൽത്തുമ്പത്ത് തന്നെ ഒരു പേര് സെർച്ച് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഗൂഗിൾ, വിക്കിപീഡിയ എന്ന് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിലും നല്ല ഇനോർമസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്ര ഇൻഫോർമേഷൻ ഭയങ്കര നന്നായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓഫ് കോഴ്സ് അതെ, നമുക്ക് റൈറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ നല്ല ഒരുപാട് ഇൻഫർമേഷൻ, അതുകൂടാതെ അവളുടെ അധികമുള്ള വർക്ക്സ്, അവളുടെ പോയിന്റ് ഓഫ് വ്യൂ, അത് ഗൂഗിളിൻ്റെയും അത് അവളുടെ പോയിന്റ് ഓഫ് വ്യൂവും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവും അവളുടെ പോയിന്റ് ഓഫ് വ്യൂവും വെച്ചിട്ട് നമുക്കത് കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ ഇത്രയും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള വേൾഡിൽ വായന എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നത്. എല്ലാം ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ആധുനിക കാലത്ത് കേവലം പുസ്തകങ്ങളെ മാത്രമല്ല പുതിയ തലമുറ വായിക്കാൻ ഉപയോഗിക്കുന്നത്.